അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നാം എടുക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ ഫിഖുൽ ഇസ്ലാം എന്ന കിതാബിലെ ഷത്റുൽ ഈമാൻ എന്ന ആദ്യ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി അല്ലമൽ അനാമ അൽ ഈമാന വൽ ഇസ്ലാം വമാ യഹ്താജൂന ഇലൈഹി മിനൽ അഹ്കാം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൽ ഖൈറിൽ അനാമി വ അലാ ആലിഹി വ അസ്ഹാബിഹിൽ അലാം. അമ്മാ ബഅദ്. അദ്ദർസുൽ അവ്വലു. പാഠം 1. ഷത്റുൽ ഈമാൻ. ഈമാനിൻ്റെ പകുതി. ഈമാനിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പകുതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ പറയുന്നത് പോലെയാണല്ലോ ഈ പാഠത്തിൽ പറയുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ അത്രയും പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് നിങ്ങളെ പ്രിയപ്പെട്ട കുട്ടികളെ എന്ന് പാഠഭാഗത്തിൽ വിളിക്കുന്നത്. അടുത്തത് നോക്കാം. ശുദ്ധീകരണം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. എന്താണ്? ശുദ്ധീകരണം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഒരു കുട്ടി പ്രസംഗിക്കുന്ന ആ പ്രസംഗമാണ് ഇവിടെ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് ആ കുട്ടിക്ക് നമ്മോട് പറയാനുള്ളത് എന്ന് നമുക്ക് വായിച്ചു നോക്കാം. അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുൽ മുതഹിരീൻ. ശുദ്ധിയുള്ളവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. എന്താണ്? ശുദ്ധിയുള്ളവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്തുഹൂറു ഷത്റുൽ ഈമാൻ. ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. എന്താണ്? ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. അതുകൊണ്ട് നാം സദാസമയവും വൃത്തിയുള്ളവരായിരിക്കണം, ശുദ്ധിയുള്ളവരും ആയിരിക്കണം. ദായിമുൽ ഉളു ഒക്കെ നല്ലതാണ്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും, എന്താ ഉസ്താദ് ഈ ദായിമുൽ ഉളു എന്ന്? ദായിമുൽ ഉളു എന്ന് പറഞ്ഞാൽ സദാസമയവും ഉളു ഉണ്ടായിരിക്കുക. ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും. അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. വീട്, പരിസരം, ശരീരം, വസ്ത്രം എല്ലാം ശുദ്ധിയുള്ളതാവണം. അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. എന്താണ്? അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഷർത്തുകൾ പാലിക്കാതെ നിസ്കാരം സ്വഹീഹാവുകയില്ല. അശുദ്ധി 2 വിധമുണ്ട്. അശുദ്ധികൾ എത്ര വിധമുണ്ട്? 2 വിധമുണ്ട്. ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും ഉണ്ട്. വുളു ചെയ്താൽ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവും. എന്താണ്? വുളു ചെയ്താൽ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവും. നമ്മുടെ ശരീരത്തിൽ നിന്ന് കാറ്റ്, അങ്ങനെ മൂത്രം, അങ്ങനെയുള്ളതൊക്കെ പോന്നു കഴിഞ്ഞാൽ എന്താണ്? ചെറിയ അശുദ്ധിയാകും. അപ്പോൾ നമ്മൾ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം എന്നുണ്ടെങ്കിൽ വുളു ചെയ്താൽ ശുദ്ധിയാകുന്നതാണ്. കുളിച്ചാൽ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകും. വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ശുദ്ധിയാവുന്നതാണ്. വുളുഇന് ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളുമുണ്ട്. ഷർത്തുകളും ഫർളുകളും പൂർണ്ണമായെങ്കിലേ വുളു സ്വഹീഹാവുകയുള്ളൂ. എന്താണ് പറയുന്നത്? വുളുഇന് ഷർത്തും ഫർളുമുണ്ട്. അത് പൂർണ്ണമായെങ്കിലേ വുളു സ്വഹീഹാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. സുന്നത്തുകൾ പാലിച്ചെങ്കിലേ വുളു പൂർണ്ണമാവുകയുള്ളൂ. സുന്നത്തുകളും പാലിച്ചെങ്കിലേ വുളു പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഒരാൾ പൂർണ്ണമായ വുളു ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. എന്താണ്?
ഒരാൾ പൂർണ്ണമായ രീതിയിൽ, അതായത് ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും എടുത്ത് പൂർണ്ണമായ രീതിയിൽ വുളൂ ചെയ്താൽ അയാളുടെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പൊറുക്കുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ കുട്ടിയുടെ പ്രസംഗം കഴിഞ്ഞു. ആ കുട്ടി സലാം പറയുകയാണ്. ഇനി ബ്രാക്കറ്റിൽ നമുക്ക് നോക്കാം. അത്തുഹൂറു ഷത്രുൽ ഈമാൻ. ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. അടുത്തത് നമുക്ക് തദ്രീബാത്ത് നോക്കാം. നസ്സുല് നേരെ ചേർത്ത് കൊടുക്കാനാണ്. അൽ മുത്തഹിരീൻ, അതിൻ്റെ നേരെ താഴെ ഷത്രുൻ എഴുതിയിട്ടുണ്ട്. അതിന് നേരെ താഴെ അൽ ഈമാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് നേരെ താഴെ തുഹൂറുൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് നേരെ താഴെ യുഹിബ്ബു എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് ഒന്നും എഴുതാത്ത കളിയാണ് നമ്മൾ കാണുന്നത്. അതിന് തൊട്ടപ്പുറത്ത് ശുചിത്വം, സത്യവിശ്വാസി, പകുതി, ഇഷ്ടപ്പെടുന്നു, ശുദ്ധിയുള്ളവർ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അൽ മുത്തഹീരീൻ എന്നതിൻ്റെ അർത്ഥം തൊട്ടപ്പുറത്ത് ഒഴിഞ്ഞ കള്ളിയല്ലാത്ത മറ്റു സ്ഥലത്തുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞ് ഇങ്ങോട്ട് എഴുതാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അൽ മുത്തഹീരീൻ എന്ന് നേരെ തൊട്ടപ്പുറത്ത് എന്ത് എഴുതി കൊടുക്കാം? ശുദ്ധിയുള്ളവർ എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് ഷത്രുൻ. ഷത്രുൻ എന്നുള്ളതിന് നേരെ തൊട്ടപ്പുറത്ത് പകുതി എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് അൽ ഈമാൻ. ഈമാന് തൊട്ടപ്പുറത്ത് സത്യവിശ്വാസി എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് തുഹൂറു. അത് നേരെ തൊട്ടപ്പുറത്ത് ശുചിത്വം എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് യുഹിബ്ബു. അതിന് നേരെ തൊട്ടപ്പുറത്ത് ഇഷ്ടപ്പെടുന്നു എന്ന് എഴുതി കൊടുക്കാം. അടുത്ത ചോദ്യം നോക്കാം. നജീബ് ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ശുദ്ധിയുള്ളവരെ ആരെല്ലാം ഇഷ്ടപ്പെടും? അതിനുത്തരമായിട്ട് അള്ളാഹുവും അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. അടുത്ത ചോദ്യം നോക്കാം. എവിടെയെല്ലാം ശുദ്ധി വേണം? വീട്, പരിസരം, ശരീരം, വസ്ത്രം. എവിടെയാണ്? വീട്, പരിസരം, ശരീരം, വസ്ത്രം. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. അശുദ്ധി എത്ര വിധമുണ്ട്? അവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അശുദ്ധി 2 വിധം. 1 ചെറിയ അശുദ്ധി, 2 വലിയ അശുദ്ധി. നാലാമത്തെ ചോദ്യം നോക്കാം. പൂർണ്ണമായ വുളൂ ചെയ്താലുള്ള നേട്ടമെന്ത് എന്നതാണ് ചോദ്യം. അപ്പോൾ അതിനുത്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ എല്ലാം പൊറുക്കപ്പെടും. അതായത് പൂർണ്ണമായി വുളൂ ചെയ്തവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വുളൂ സ്വഹീഹാവാൻ എന്തെല്ലാം പൂർണ്ണമായി ചെയ്യണം എന്നതാണ്. ഷർത്തുകളും ഫർളുകളും ആണ് പൂർണ്ണമായി ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. നുഹവിലുൻ നസ്വ ഇലാ ഹിവാരിൻ ബൈന ഇസ്മായില വ മുഹ്സിൻ. ഈ പാഠം ഇസ്മായിലും മുഹ്സിനും തമ്മിലുള്ള സംഭാഷണമാക്കി മാറ്റാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇസ്മായിൽ: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹ്സിൻ: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇസ്മായിൽ: എന്താണ് ഇന്നത്തെ വിഷയം? മുഹ്സിൻ: ശുദ്ധീകരണത്തെക്കുറിച്ചാണ്. ഇസ്മായിൽ: ശുദ്ധിയുള്ളവരെ ആരാണ് ഇഷ്ടപ്പെടുക? മുഹ്സിൻ: അള്ളാഹുവും അവൻ്റെ റസൂലും മലക്കുകളും. അപ്പോൾ ഇസ്മായിൽ: എന്തെല്ലാമാണ് ശുദ്ധിയാക്കേണ്ടത്? അപ്പോൾ മുഹ്സിൻ: വീട്, ശരീരം, വസ്ത്രം. അപ്പോൾ ഇസ്മായിൽ: അശുദ്ധി എത്ര വിധം? ഏതെല്ലാം? അപ്പോൾ മുഹ്സിൻ: 2 വിധം. 1 ചെറിയ അശുദ്ധി, 2 വലിയ അശുദ്ധി. അപ്പോൾ ഇസ്മായിൽ അൽഹംദുലില്ലാ എന്ന് പറയുകയാണ്. എന്നിട്ട് ഇസ്മായിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ മുഹ്സിൻ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അടുത്ത ചോദ്യം നോക്കാം. നഖിദു ഹഫ്ലതൻ അദബിയ. സാഹിത്യ സമാജം സംഘടിപ്പിക്കാനാണ് ചോദ്യമുള്ളത്. അപ്പോൾ സാഹിത്യ സമാജം നടത്തുമ്പോൾ അതിന് ദുആ ആയിട്ട് ഉസ്താദ്, ശേഷം സ്വാഗതമായിട്ട് സെക്രട്ടറി, അധ്യക്ഷനായിട്ട് ഉസ്താദ്, പിന്നെ ഉദ്ഘാടനമായിട്ട് മുഹ്സിനും, പിന്നെ പ്രസംഗം ഷെരീഫ്,
പിന്നെ രണ്ടാമത്തെ പ്രസംഗം സുബൈർ, പിന്നെ മദ്ഹ് ഗാനം റഷീദ്, നന്ദി ജോയിൻറ്റ് സെക്രട്ടറി. ഇത്ര മതി. ഇൻഷാ അല്ലാഹ് ഇതോടെ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് അല്ലാഹു തആല പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്ത പാഠവുമായി വീണ്ടും വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.